നമസ്കാരം. ഒരു മൃതദേഹം 3 മാസത്തിൽ കൂടുതൽ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ സാധിക്കാത്തതിനാൽ അജ്ഞാത ജഡമെന്ന പേരിൽ പോലീസ് ആ മൃതദേഹം സംസ്കരിച്ചിരുന്നു. തുടർന്ന് ജിത്തുവാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു DNA പരിശോധിച്ച ശേഷം. ഷാർജ കോർണിഷിലെ അടച്ച ഹോട്ടലിന്റെ സ്റ്റെയർകേസിന്റെ മുകളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ജിത്തുവിന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. മകനെ കാണാതായതായി സുരേഷ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സുരേഷിനൊപ്പം അധികൃതരും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ജിത്തുവിന് വേണ്ടി വ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു. സുരേഷും കൂട്ടുകാരും ചേർന്ന് അബുദാബിയിൽ ആരംഭിച്ച ഒരു റെസ്റ്റോറന്റ് നോക്കി നടത്താനുള്ള ചുമതലയായിരുന്നു ആദ്യം ജിത്തുവിന്. 6 മാസത്തോളം റെസ്റ്റോറന്റ് നടത്തിയെങ്കിലും നഷ്ടം സംഭവിച്ചു. ഇതോടെ കൂട്ടുകാർ ക്ഷണിച്ചതനുസരിച്ച് ജിത്തു അബുദാബിയിൽ നിന്ന് ഷാർജയിലെത്തി. ജോലി കഴിഞ്ഞുള്ള ഓരോ ഇടവേളകളിലും സുരേഷിന്റെ ചിന്ത മകനെ കണ്ടുപിടിക്കുക എന്നത് തന്നെയായിരുന്നു. UAE എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ആശുപത്രികളിലും തെരച്ചിൽ നടത്തി. നിരാശയായിരുന്നു ഫലം. മറ്റ് കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനേക്കാളും സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നായിരുന്നു ജിത്തുവിന്റെ ആഗ്രഹം. അത് പറ്റാത്തതിലുള്ള നിരാശയുണ്ടായിരിക്കാം. പക്ഷേ ജീവനൊടുക്കിയതിന് പിന്നിൽ അതൊരു കാരണമാണെന്ന് അച്ഛൻ സുരേഷ് കരുതുന്നില്ല. അജ്ഞാത കാരണത്താൽ അവൻ എവിടെയോ കൂട്ടുകാരുടെ കൂടെ കഴിയുന്നുണ്ടാകും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഷാർജ പോലീസ് മരണവിവരം അറിയിക്കും വരെ സുരേഷിന്റെ വിശ്വാസം. എന്തുകൊണ്ടാണ് ജിത്തു ആത്മഹത്യ ചെയ്തത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല.